ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇന്ന് ചെറിയൊരു യാത്രയാണ്, വേറെ എവിടേക്കല്ല, വീട്ടിലേക്കാണ്, എൻ്റെ നാട്ടിലേക്ക്. ആലൂരാണ് കേട്ടോ. എൻ്റെ നാട് ആലൂർ, പാലക്കാട് ജില്ലയിൽ തൃത്താല ആലൂർ പറയും. അറിയാത്തവർക്കാണ് കേട്ടോ പറഞ്ഞു തരുന്നത്, അറിയുന്നവർക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പോകുമ്പോൾ കൂട്ടുകാരും മക്കളും ഉണ്ട്, അപ്പോൾ അവരും ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും മക്കളെല്ലാവരും കൂട്ടാണ് പോണത്. പിന്നെ ഞാനും മക്കളും കൂട്ടുകാരും മക്കളും. അങ്ങനെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ ഏട്ടൻ്റെ കുട്ടിക്ക് ഭയങ്കര നാണാണ് ഫോട്ടോ എടുക്കാൻ. അങ്ങനെ ഞങ്ങൾ റോഡിലൊക്കെ ഒന്ന് കുറച്ച് നടന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ റോഡിലൊക്കെ ഒന്ന് നടന്നിട്ടോ. കുട്ടിച്ചന്മാരെ വീട്ടിലേക്കും ഒക്കെ നടന്നു. പക്ഷേ അവിടെ ആരുമില്ല. അത് ആ ഓടിട്ട വീട് കാണുന്നത് നമ്മളുടെ നരിവേട്ട സിനിമയിൽ അഭിനയിച്ച കുട്ടികളുടെ വീടാണ് കേട്ടോ. അതിൻ്റെ പാപ്പൻ്റെ മക്കളാണ്. ഏട്ടൻ്റെ കുട്ടി സൈക്കിളേറ്റ് പോകണ്ടിട്ടാ. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒപ്പം എടുത്തിറങ്ങിയതാണ് സൈക്കിളേറ്റ്. അങ്ങനെ ഞങ്ങൾ കുളത്തിൻ്റെ അവിടേക്കൊക്കെ ഒന്ന് പോയി. കുളത്തിൽ നല്ല വെള്ളമുണ്ട് പറഞ്ഞപ്പോൾ മക്കൾ വന്നതാട്ടോ. പക്ഷേ വെള്ളമൊക്കെ കുറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒന്ന് വെയിൽ തെറിച്ചപ്പോൾ വെള്ളമൊക്കെ കുറഞ്ഞിരിക്കുന്നു. ഇതിൽ അന്ന് ഞാൻ വന്നപ്പോൾ ഇതിലത്തെ പായലൊക്കെ കുറേ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് അത്രക്ക് പായലുകൾ ഇപ്പോഴും വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ കുറേ ജനങ്ങൾ, പുറത്തുനിന്ന് കുറേ ജനങ്ങൾ ഇതിലേക്ക് കുളിക്കാനും തിരുമ്മാനായിട്ട് വരും. വെള്ളം ഇല്ലാത്ത വീട്ടുകാരൊക്കെ ഇതിലേക്ക് തിരുമ്മാനും കുളിക്കാനൊക്കെ ആയിട്ട് വരും കേട്ടോ. പിന്നെ മക്കൾ നീന്താനും ഒക്കെ ആയിട്ട് വരും. അങ്ങനെ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ പാടത്തേക്ക് ഒന്ന് പോകണം പറഞ്ഞിട്ട് മക്കൾ പാടത്തേക്ക് പോകാൻ ഞങ്ങളെല്ലാവരും കൂട്ടിയിട്ട് കേട്ടോ. അങ്ങനെ നടന്നു പോകുമ്പോൾ കൂട്ടുകാരുടെ വീടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ റോഡിൽ കൂടെ അങ്ങനെ പോവുകയാണ്. പാടത്ത് വെയിലാവും, എന്നാലും ഒന്ന് വെയിലറിയേണ്ട ശേഷമാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. മോൾക്ക് ഫോട്ടോ എടുക്കാൻ ഭയങ്കര മടിയാണ്. മോൾക്കും ഏട്ടൻ്റെ കുട്ടിക്കും ഭയങ്കര മടിയാണ് ഫോട്ടോ എടുക്കാൻ. അപ്പോൾ വീഡിയോയിലൊന്നും അങ്ങനെ വരില്ല. അങ്ങനെ ഭയങ്കര മടിച്ചാണ്. മോനും അതട്ടാ, മോനും അങ്ങനെയൊന്നും വരില്ല. എന്നാലും ഒന്ന് സോപ്പിട്ട് കൂടണം ഒന്ന് വരണമെങ്കിൽ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പാടത്തേക്ക് പോകാൻ കേട്ടോ. ഇനി പാടത്തെ വിശേഷങ്ങൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഫോട്ടോഗ്രാഫർമാരാണ് കേട്ടോ. അവർ ലാസ്റ്റ് ഫോണിൽ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടേ ഫോണായിട്ട് ബാക്കിൽ വന്നതാണ്. അങ്ങനെ ഞങ്ങൾ ആ പാടത്തിൻ്റെ പക്കനെ എത്തിയിട്ടോ. അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അധികം ദൂരമൊന്നുമില്ല. ആ റോട്ടുമ്പോൾ നിങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയേ വേണ്ടുള്ളൂ. എന്താ ഞങ്ങളുടെ പാടത്തേക്ക് എത്തിയിട്ടോ. ഇതാണ് ഞങ്ങളുടെ പൂലേരി പാടം പറയും. ഇത് പാടും കായലും കൂടി ചേരുന്ന സ്ഥലമാണ് കേട്ടോ. ആ തലക്കെ പാടും കായലും കൂടിയിട്ട് ചേരുന്ന ഭാഗമാണ്. അങ്ങോട്ടൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. ഇവിടെ മാത്രം കുറച്ച് നടന്നിട്ട് വീട്ടിലേക്ക് പോകണ്ടേ എന്നുള്ളതിൽ ഞങ്ങൾ വേഗം പോയിട്ട് വരാമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ നടക്കണം കേട്ടോ. മക്കൾ മീൻ പിടിക്കാനാണ് ഏറെ മക്കൾ പോകുന്നവർക്ക്. മീൻ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു കുളമുണ്ട് കേട്ടോ. ഈ JCBയിൽ കൊണ്ടാക്കിയുള്ള കുളമാണ്. അത് നല്ല ആഴമുള്ള കുളമാണ് കേട്ടോ. അത് കാണിച്ചു തരാം കേട്ടോ.
പിന്നെ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞിട്ട് ഇവിടെ നല്ല താമരയും ഉണ്ട്, ആമ്പലും ഉണ്ട്. പിന്നെ ആമ്പലിന് താമരയുടെ ഇടയിലൊരു പൂവുണ്ടല്ലോ, ആ സംഭവം ഉണ്ട് കേട്ടോ. നല്ല താമരയുള്ള സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ വെള്ളം കുറഞ്ഞ സമയത്താണ് ഞങ്ങൾ ഏറെ വരാറ്, എന്നാലേ കിട്ടുള്ളൂ. മറ്റേത് കൊണ്ടുള്ള സമയത്ത് മഴ പെയ്ത സമയത്ത് നല്ല വെള്ളമുള്ള സമയത്തൊന്നും വരാൻ പറ്റില്ല, പേടിയാണ്. അപ്പോൾ അത് കാരണം ഞങ്ങൾ ആ സമയത്തൊന്നും വരില്ല. ഇതാണ് കേട്ടോ നല്ല ആഴമുള്ള സ്ഥലമാണ്. കണ്ടോ, നല്ല ഇതുള്ള സ്ഥലം. ആൾക്കാർ കുളിക്കാനൊക്കെ വരും കേട്ടോ. പക്ഷെ ഭയങ്കര പേടിയാണ് അവിടെ ഇറങ്ങാനൊക്കെ. മക്കളത്തെ പൂവൊക്കെ പൊട്ടിച്ച്, താമരപ്പൂവൊക്കെ പൊട്ടിച്ച് അങ്ങനെ അവിടെ മീൻ പിടിക്കാനായിട്ട് ഏട്ടന്മാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ മീനൊക്കെ ഞങ്ങൾ കണ്ടിട്ട്, അതൊക്കെ കണ്ടിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് മക്കൾക്കൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വന്നു ഞങ്ങൾ. വലിയ മീൻ ഉണ്ട് കേട്ടോ അതിൽ, കണ്ണനും പലതരം മീനൊക്കെ ഉണ്ട് കേട്ടോ. അവർ ഇവിടുന്ന് അത് പാടത്തുനിന്ന് മീൻ പിടിച്ചിട്ട് അവർ ചന്തയിൽ കൊണ്ടുപോയിട്ട് വിൽക്കും കേട്ടോ. പിന്നെ അവിടുന്ന് തന്നെ ആൾക്കാർ കച്ചവടമാക്കാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് തന്നെ പിടിക്കുന്നിടത്ത് തന്നെ കച്ചവടമാക്കിയിട്ട് അവർ കൊണ്ടുപോവുകയും ചെയ്യും. വലിയ കണ്ണനായ കാരണം ആൾക്കാർക്ക് നല്ല ഇഷ്ടമാണല്ലോ. അപ്പോൾ അത് കാരണം അവർ മീൻ ഇവിടുന്ന് തന്നെ കച്ചവടമാക്കിയിട്ട് കൊണ്ടുപോകും. അപ്പോൾ മക്കൾക്ക് താമരപ്പൂ വേണം പറഞ്ഞിട്ട് ഞങ്ങൾ താമരപ്പൂവൊക്കെ പൊട്ടിച്ച് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടോ. നല്ല ഭംഗിയാണ് വൈകുന്നേരം സന്ധ്യ സമയത്ത് ഇങ്ങോട്ട് വരാൻ. അപ്പോൾ അവർ പറഞ്ഞ് പിന്നെ മീൻ ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ എടുത്തോളൂ ഇട്ടാന്ന്. അപ്പോൾ അങ്ങനെ മക്കളോട് ഇങ്ങനെ കളിയാക്കുന്നുണ്ട്, ഫോട്ടോ ഒന്നും എടുക്കണ്ട, ഫോട്ടോ എടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് പൈസ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് മക്കളെങ്ങനെ കളിയാക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഞാൻ കണ്ടിട്ട് ഞങ്ങളവിടെ അങ്ങ് നിന്ന് കുറച്ച് നേരം. അപ്പോൾ ഞങ്ങൾ മീനൊക്കെ കണ്ട് നിങ്ങൾക്കും കാണണമെങ്കിൽ കണ്ടോളൂ കേട്ടോ. കണ്ടാ വലിയ കണ്ണൻ കേട്ടോ, ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല, വീഡിയോയിൽ കാണുന്ന പോലെയല്ല, പുറത്തേക്ക് നല്ല വലിപ്പമുള്ള കണ്ണനാണ് കേട്ടോ. കണ്ടതാണ് ആമ്പൽപ്പൂവ്. 2-3 തരത്തിലുള്ള ആമ്പൽപ്പൂ ഉണ്ട് കേട്ടോ ഇവിടെ. നീലാമ്പലും ഉണ്ട്, പിന്നെ വെള്ളാമ്പലും ഉണ്ട്, പിന്നെ താമരപ്പൂവും. കണ്ടാ, ഇത് മറ്റേ കരിമീൻ പോലത്തെ മീനാണ് കേട്ടോ. ഒരു മക്കൾക്ക് കാണാൻ പറഞ്ഞപ്പോൾ അവർ പുറത്തേക്ക് നല്ലപോലെ കാണിച്ചു തരികയാണ്. അവർക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം അവരിങ്ങനെ പാടത്തുനിന്ന് ഇങ്ങനെ പിടിച്ചിരുന്നവർ കണ്ടിട്ടില്ലേ. അപ്പോൾ അവർക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ അവർ ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാൻ തന്നു. അപ്പോൾ ഞങ്ങൾ ഇനി പോവാണ് കേട്ടോ. നേരെ ഇനി വീട്ടിലേക്ക് എത്തണ്ടേ, തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് എത്തണ്ടേ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്ന് അമ്മ പറഞ്ഞ് പോകണ്ട, അന്ന് പോകണ്ട, നാളെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് വേണ്ട, അപ്പോൾ ഞങ്ങൾ പാടത്ത് പോയിട്ട് വേഗം വരാൻ പറഞ്ഞിട്ട് പോകുന്നതാണ്. അങ്ങനെ ഞങ്ങളവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്